എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. ഇന്നും ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. UAE-ലെത്തിയും അതുപോലെ തന്നെ ബഹ്റിനിലെത്തിയും അലുമിനിയം പ്ലാന്റുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കമോഡിറ്റി മാർക്കറ്റിൽ അലുമിനിയം പ്രൈസിൻ്റെ കാര്യത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അലുമിനിയം പ്രൈസ് ഉയരാനാണ് ചാൻസസ് കൂടുതൽ. ഈ ക്രൈസിസ് ആരംഭിച്ചപ്പോൾ അത്തരത്തിലുള്ള ഉയർച്ചയൊക്കെ അലുമിനിയം പ്രൈസിൽ കണ്ടിരുന്നു. പക്ഷേ വീണ്ടും ഈ പ്ലാന്റുകൾ ഡാമേജ് ചെയ്തു എന്നുള്ള ന്യൂസുകൾ തീർച്ചയായിട്ടും അലുമിനിയം പ്രൈസിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു അപ്വേർഡ് മൊമെൻ്റാണ് നാളെ മുതൽ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ കമോഡിറ്റി മാർക്കറ്റുകളുടെയൊക്കെ ഒരു ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും കമോഡിറ്റി സെഗ്മെൻറ്റ് മാത്രമാണ് ഒരു പക്ഷേ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് വളരെ താഴെയായിരുന്നു കഴിച്ച ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ, അതായത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയായിട്ട് വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണ് വലിയ വൊളാട്ടിലിറ്റി കണ്ടത്. പക്ഷേ വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് ഗോൾഡിലും ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ട്. $4,493 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരവസരത്തിൽ $4,098 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം ഡിപ്പ് ബയേഴ്സ് വലിയ രീതിയിലാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ ടർക്കിഷ് സെൻട്രൽ ബാങ്കിൻ്റെ സെല്ലിംഗ് ന്യൂസ് വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും ഗോൾഡിൽ ഒരു ഉണർവ് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് സിൽവറിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $112.57 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് $119.5 പെർ ബാരൽ വരെ ഉയർന്നിരുന്നു. ഈ ക്രൈസിസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ആണ് ഏറ്റവും നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡിന്റെ കാര്യം വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ മൈനർ ഗെയിൻ ആണ്. സിൽവറും അത്തരത്തിലുള്ള മൈനർ ഗെയിനോട് കൂടിയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സേഫ് ഹെവൻ അസറ്റ് ആയിട്ടുള്ളൊരു ബയ്യിങ്ങും കൂടി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. കാരണം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുമ്പോൾ സേഫ് ഹെവൻ അസറ്റ് ആയിട്ട് ഗോൾഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാറ്. പക്ഷേ ഈ ക്രൈസിസ് വന്നപ്പോൾ ഗോൾഡിൽ സെല്ലിംഗ് ആണ് കണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗോൾഡ് പ്രൈസ് റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ക്രൈസിസ് വരുമ്പോൾ ക്യാഷ് പർപ്പസിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ഗോൾഡൊക്കെ അല്ലെങ്കിൽ ETF-കൾ ഫിസിക്കൽ ഗോൾഡൊക്കെ സെൽ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റിയാണ് നമ്മൾ കണ്ടത്. ആ വൊളാറ്റിലിറ്റി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറിച്ച് ഇനി സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിലൊരു മൈനർ പോസിറ്റീവ് ബയാസ് കാണാനുള്ള സാധ്യതകളുണ്ട് ഈ ആഴ്ച മുതൽ. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ. ട്രെയിലിംഗ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 19.3 19.4 ലെവലിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോവർ വാല്യുവേഷൻ ആണ്. അതേസമയം നമ്മൾ ഫോർവേഡ് PE നോക്കുകയാണെങ്കിൽ 17 ലെവലിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവ് ലെവലാണ്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറുക. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി ഓൾറെഡി ലോ ആയിട്ടാണ്, റെക്കോർഡ് ലോയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 94.81 ലെവലിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇന്ത്യൻ റുപ്പി താഴെ പോവുക, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഇൻക്രീസ് ആവുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. പക്ഷേ ഫർദർ ആയിട്ട് വലിയ രീതിയിലുള്ള ക്രാഷ് നമ്മൾ റുപ്പിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അപ്വേർഡ് മൊമെന്റ് ഒക്കെ കാണുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ടോപ്പ്, അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് 20% വരെയൊക്കെ
നിഫ്റ്റിയും സെൻസസും താഴാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ നിഫ്റ്റി 21,000 ലെവലിലേക്കും സെൻസസ് 69,000 ലെവലിലേക്കൊക്കെ ഫർദർ സെൽ ഓഫ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ താഴാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ലോവർ മൊമെന്റം കുറവായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണുള്ളത്. പോസിറ്റീവ് ബയാസ് ഒന്നും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റില്ല. മറിച്ച് ഈ സംഘർഷം, ഈ ക്രൈസിസ് ഒത്തുതീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നീജർക്ക് പോസിറ്റീവ് റിയാക്ഷനൊക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി LPG ഷോർട്ടേജിന്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ റിഫ്ലക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഡിസ്കൗണ്ടിങ്ങും നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. മറിച്ച് ഈ ക്രൈസിസ് ഒത്തുതീർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കൂടുതൽ ഷിപ്പ് പാസേജൊക്കെ വളരെ ഈ സ്മൂത്ത് ആയിട്ട് വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷനോടുകൂടി മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ആഴ്ചയിലും വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗ്ലോബലി വലിയ രീതിയിൽ വീണ്ടും സെൽ ഓഫ് വരികയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മറ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോറക്സ് റിസർവ് നോക്കുകയാണെങ്കിൽ 728.494 ബില്യൺ $US വരെയൊക്കെ റെക്കോർഡ് ഹൈ വന്നിരുന്നു ഫെബ്രുവരി 27. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്യുമ്പോൾ 698.346 ബില്യണിലേക്ക് താന്നിരിക്കുകയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററിന്റെ സെല്ലിങ്ങും ഒരു പരിധിവരെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വലിയ രീതിയിൽ ബൈ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് മാർക്കറ്റിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. എന്നിരുന്നാലും മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ പോകുമ്പോൾ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ബിഹേവിയറൽ ബയാസസ് ഒരു പക്ഷെ നെഗറ്റീവ് ആയിട്ടൊക്കെ വന്നാൽ വീണ്ടും മാർക്കറ്റിലൊരു നെഗറ്റീവ് സെന്റിമെന്റ് ലോങ് റണ്ണിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വളരെ കോഷ്യസും അതുപോലെ തന്നെ വളരെ കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ഈ ക്രൈസിസ് വലിയ രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടൊരു വാറായിട്ട് മാറുകയാണെങ്കിൽ ഗ്ലോബലി അത് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി IPO സെഗ്മെന്റ് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 3 മെയിൻ ബോർഡ് IPOs ഉണ്ടായിരുന്നു. 1.53 ടൈംസ് പവറിക്ക IPO നമ്മൾ സജസ്റ്റ് ചെയ്ത IPO ആണ്. ഓൾ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു ലാസ്റ്റ് ദിവസം. അതുപോലെ തന്നെ അമീർ ചന്ദ് എക്സ്പോർട്ട് ഹൗസ് ആണ് 3.41 ടൈംസ് ഓൾ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. സായി പാരന്ററിൽ 1.08 ടൈംസ്. ജസ്റ്റ് സബ്സ്ക്രൈബ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബാഡ് സെന്റിമെന്റിലും ഈ IPO സക്സസ് സൂചിപ്പിക്കുന്നതിൽ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിന് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ BSE SME സെഗ്മെന്റിൽ ഹൈനസ് മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡിജിറ്റൽ ഇമേജിംഗ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ IPO ഉണ്ടായിരുന്നു. 193.91 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അതൊരു വലിയൊരു സക്സസ് ആയിരുന്നു. 1200 ആണ് ലിസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നത്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്തേക്കാം. ആ അവസരത്തിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു SME IPO ആണ് BSEയിലുള്ള ഹൈനസ് മൈക്രോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. 1200 ആണ് ലോട്ട് വരുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. IPOന് ശേഷമുള്ള 5.16 കോടിയുള്ളൂ. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. UBS സ്വിസ് റിസർച്ച് ഹൗസസ് ആണ് 10 സ്റ്റോക്കുകൾ അവർ കറന്റ് ലെവലിലും അതുപോലെ തന്നെ അറ്റ് എവരി ഫാളിലും വാങ്ങാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് റെസ്പെക്റ്റീവ് ടാർജറ്റ് ഞാൻ പറയുന്നുണ്ട്. റിലയൻസ് 1780 ആണ് അവർ പുട്ട് ചെയ്തിരിക്കുന്ന ടാർജറ്റ്. ഭാരതി എയർടെൽ 2400, NTPC 410, സൺഫാർമ 2020, അഡാനി പോർട്ട് 1800, ഹിൻഡാൽക്ക 1210, ഗോദ്രേജ് കൺസ്യൂമർ 1470, ICIC ബാങ്ക് 1630, അപ്പോളോ ഹോസ്പിറ്റൽ 8750, SBI ലൈഫ് 2410. ഈ ടാർജറ്റുകളാണ് ഈ സ്റ്റോക്കുകൾക്ക് UBS പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ് തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച്. അഡാനി ഡിഫൻസ് അവർക്ക് ഓർഡർ ലഭിച്ചിരുന്നു ആർമിയിൽ നിന്ന് 40,000 ലൈറ്റ്
ഷോർട്ട് മെഷീൻ ഗൺസിന് വേണ്ടിയിട്ട് 11 മാസം മുമ്പ് തന്നെ ആദ്യത്തെ ബാച്ച് സപ്ലൈ ചെയ്തിരിക്കുകയാണ്. 7 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്നതായിരുന്നു കരാർ, പക്ഷെ 3 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്നതാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അഡാനി എന്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം അഡാനി എന്റർപ്രൈസസിന്റെ സബ്സിഡിയറിയാണ്, ഭാവിയിൽ ഡീമർജർ വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഒപ്പം ഇറാൻ UAE-ലെത്തിയും അതുപോലെ തന്നെ ബഹ്റൈനിലെത്തിയൊക്കെ അലുമിനിയം പ്ലാന്റ് ആക്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കമോഡിറ്റി മാർക്കറ്റിൽ. അലുമിനിയം പ്രൈസ് വലിയ രീതിയിൽ മുന്നേറിയേക്കാം. ഇത് ഈ അലുമിനിയം കമോഡിറ്റി റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതേസമയം ഹിൻഡാൽകോ, വേദാന്ത ലിമിറ്റഡ്, നാഷണൽ അലുമിനിയം ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഗ്ലോബലി വലിയ ഷോർട്ടേജ് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഹിൻഡാൽക്കോനെ സംബന്ധിച്ച ഓപ്പർച്യൂണിറ്റിയാണ്, വേദാന്തനെ സംബന്ധിച്ച ഓപ്പർച്യൂണിറ്റിയാണ്, നാൽക്കോനെ സംബന്ധിച്ചൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ന്യൂസ് ഈ അലുമിനിയം പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. LPG ഷോർട്ടേജ് ഓൾറെഡി സിറാമിക് ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ഹോസ്പിറ്റാലിറ്റി രംഗത്തും വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്കൗണ്ടിങ് ഒക്കെ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ സെക്ടറിലൊക്കെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ക്രൈസിസ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഫൻസ് കമ്പനികൾക്കാണ്. പല കമ്പനികളും വലിയ രീതിയിലുള്ള എക്സ്പോർട്ട് ഓർഡേഴ്സ് ഒക്കെയാണ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആസാദ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, ഇവരൊരു സബ്സിഡിയറിയാണ്. വലിയ രീതിയിൽ റഡാർസ് ഒക്കെ ഉണ്ടാക്കുന്നത്, വലിയ ഓർഡേഴ്സ് ഒക്കെ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്ക് ടെലികോം രംഗത്തുള്ളൊരു കമ്പനിയാണ്. BSNLന്റെ 4G 5G 6G ഇംപ്ലിമെന്റേഷൻ എക്സ്ക്ലൂസീവായിട്ട് നടത്താൻ പോകുന്ന തേജസ് നെറ്റ്വർക്കാണ്. TCSും തേജസ് നെറ്റ്വർക്കും കൂടിയാണ്. തേജസ് നെറ്റ്വർക്ക് ടാറ്റാസിന്റെ കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് തേജസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 1550 1600 ലെവലൊക്കെ ഈ സ്റ്റോക്ക് ഹിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 400 410 ലെവലിലേക്കാണ്. മാർക്കറ്റ് വളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ HBL എഞ്ചിനീയറിംഗ് ബാറ്ററി എനർജി സ്റ്റോറേജ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ മാരിടൈം സെഗ്മെന്റിൽ EV സൊല്യൂഷൻസ് നൽകാനായിട്ടുള്ള ഒരു അലയൻസും കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ട് ഇവർ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. HBL എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ LNT KEC ഇന്റർനാഷണൽ, മിഡിൽ ഈസ്റ്റിലത്തെ ക്രൈസിസ് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ബാഗ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ് LNT, അതുപോലെ തന്നെ KEC ഇന്റർനാഷണൽ. വാട്ടർ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തുന്ന കമ്പനികളുണ്ട്, ധാരാളം കമ്പനികളുണ്ട്. വാട്ടക് വാബാഗിന് ഇന്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ മാനേജ്മെന്റ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ക്രൈസിസ് കഴിയുമ്പോൾ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെറ്റൽസ് രംഗത്തുള്ള എല്ലാ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ഈ ക്രൈസിസ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കൂടും. ധാരാളം മെറ്റൽസ് ആൻഡ് ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അലുമിനിയം, കോപ്പർ, സിങ്ക്, അതുപോലെ തന്നെ സ്റ്റീല്, ഈ സെക്ടർ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അതുപോലെ തന്നെ ഡിഫൻസ് അക്സസറീസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, സ്പേസ് റിലേറ്റഡ് കമ്പനികൾ, ഈ കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഈ ക്രൈസിസ് ഉണ്ടാക്കാൻ പോകുന്നത്. റഷ്യ യുക്രൈൻ വാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വാറൊക്കെ ധാരാളം ഷോർട്ടേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പല ഡിഫൻസ് എക്യുപ്മെന്റുകൾക്കും. ഇന്ത്യൻ കമ്പനികളാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ചൈനീസ് പ്രൊഡക്റ്റുകളെക്കാളും ഇന്ത്യൻ കമ്പനികൾക്കാണ് ഡിമാൻഡ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഫോർജ്, ഡാറ്റ പാറ്റേൺസ്, മഹീന്ദ്ര ഡിഫൻസ് മഹീന്ദ്രയുടെ അണ്ടറിലുള്ള സബ്സിഡിയറിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ ഈ ക്രൈസിസിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇക്സിഗോ ട്രാവൽ റിലേറ്റഡ് കമ്പനിയാണ്. ഇവരുടെ സബ്സിഡിയറി ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അബി ബസ് എന്ന് പറയുന്ന ഒരു ബസ് സർവീസാണ്. ഇവരെ ഇൻട്രസിറ്റി ബസ് സർവീസ് ആരംഭിക്കുകയാണ്. ഊബർ സ്റ്റൈലിലാണ്, ഊബറാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാബ് വിളിക്കുന്ന പോലെ ബസ് ടിക്കറ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് ഇൻഡർസ്റ്റേറ്റ് ഒക്കെ ട്രാവൽ ചെയ്യാവുന്ന അവസരം അതൊരു പക്ഷേ ഹിറ്റായി മാറാൻ സാധ്യതയുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇക്സിഗോ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് റോസ്. ഇനി തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസിന്റെ ഇമ്പാക്റ്റിൽ LPG രംഗത്ത്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് സെക്ടറുകളിൽ, അതുപോലെ തന്നെ
പെട്രോൾ, ഡീസൽ, കൺസ്യൂമർ റിലേറ്റഡ് സെക്ടറുകളിലൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കൺട്രോൾ ഇന്ത്യ ഗവൺമെൻറ് ഒക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് റിയാക്ഷനൊക്കെ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷൻ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ഫർദർ സെൽ ഓഫ് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിഫ്റ്റിയും സെൻസസൊക്കെ വീണ്ടും താഴെ വന്നേക്കാം. നിഫ്റ്റി 21,000 ലെവലിലേക്കും സെൻസസ് 69,000 ലെവലിലേക്കൊക്കെ താഴെ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്. ട്രെയിലിംഗ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഫോർവേഡ് ബി വെച്ച് നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആണ്. പക്ഷെ ബാഡ് ഡേയ്സ് ആണ് മുന്നിലുള്ള എങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷൻ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ഒപ്പം ലോങ് ടൈം വ്യൂവിൽ മാത്രം സ്റ്റോക്കുകൾ ഘട്ടമായിട്ട് കറണ്ട് ലെവലിൽ അതുപോലെ തന്നെ അറ്റ് എവരി ഫാളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.